നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ശരിക്കും അറിയാമോ? കൂടെ ജോലി ചെയ്യുന്നവർ, സുഹൃത്തുക്കൾ, എന്തിന് നമ്മുടെ വീട്ടിലുള്ളവർ പോലും പലപ്പോഴും നമുക്ക് ഒരു അപരിചിതനെപ്പോലെയല്ലേ? അവർ ചിരിക്കുമ്പോൾ അത് സന്തോഷം കൊണ്ടാണോ, അതോ സങ്കടം മറയ്ക്കാനാണോ? അവർ സംസാരിക്കുമ്പോൾ അത് സത്യമാണോ, അതോ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? വാക്കുകൾക്ക് മനുഷ്യനെ പറ്റിക്കാൻ എളുപ്പമാണോ? പക്ഷെ പെരുമാറ്റത്തിനത് കഴിയില്ല. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരറിയാതെ പുറത്തുവിടുന്ന ചില രഹസ്യ അടയാളങ്ങളെക്കുറിച്ചാണ്. ഒരാൾ പോലും നിങ്ങളോട് പറയാത്ത, എന്നാൽ അവരുടെ ഓരോ ചലനത്തിലും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ ആളുകളെ നോക്കുന്ന രീതി തന്നെ മാറും. 1. മുഖംമൂടികളും അവയുടെ തകർച്ചയും. നമ്മളെല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ഒരു മുഖംമൂടി ധരിക്കാറുണ്ട്. അത് മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അത് അത്യാവശ്യമായതുകൊണ്ടാണ്. ചിലർ എപ്പോഴും വിനയമുള്ളവരായി അഭിനയിക്കും. ചിലർ എപ്പോഴും ശക്തരാണെന്ന് കാണിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ മുഖംമൂടികൾ എപ്പോഴും ഇരിക്കില്ല. ചില നിമിഷങ്ങളിൽ അത് തെന്നിമാറും. ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴോ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം വരുമ്പോൾ അവർ പതറുമ്പോഴോ ആണ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. അതുകൊണ്ട് ഒരാൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ അവർ എപ്പോൾ അസ്വസ്ഥരാകുന്നു എന്ന് ശ്രദ്ധിക്കുക. ആ അസ്വസ്ഥതയാണ് അവരുടെ സത്യം. 2. വിമർശനമെന്ന കണ്ണാടി. നിങ്ങളുടെ ഒരു സുഹൃത്ത് എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളാണോ? അവൻ ഭയങ്കര അഹങ്കാരിയാണ്, അവൾക്ക് വലിയ ജാടയാണ് എന്നൊക്കെ എപ്പോഴും പറയുന്നവർ. സൂക്ഷിച്ചു കേട്ടോളൂ. അവർ മറ്റുള്ളവരിൽ കാണുന്ന ആ കുറ്റം സത്യത്തിൽ അവരുടെ ഉള്ളിലുള്ള പേടിയാണ്. നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ എന്തിന്റെ കുറവാണോ ഉള്ളത്, അത് മറ്റുള്ളവരിൽ കാണുമ്പോൾ നമ്മൾ അതിനെ നഖശിഖാന്തം എതിർക്കും. ഇതിന് പ്രൊജക്ഷൻ എന്ന് വിളിക്കാം. ഒരാൾ മറ്റൊരാളെ എന്തിന്റെ പേരിലാണോ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്, അത് അയാളുടെ സ്വന്തം ജീവിതത്തിലെ ഒരു പോരായ്മയായിരിക്കും. മറ്റുള്ളവരെ വായിക്കാൻ അവരുടെ വിമർശനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 3. അമിതമായ നന്മയുടെ പിന്നിലെ രഹസ്യം. ചില ആളുകളുണ്ട്, തങ്ങൾ വലിയ പുണ്യവാളന്മാരാണെന്ന് എപ്പോഴും തെളിയിക്കാൻ ശ്രമിക്കുന്നവർ. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഉപദേശങ്ങൾ നൽകുന്നവർ. മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ മാത്രം നടക്കുന്നവർ. ഇവർ ശരിക്കും നല്ലവരാണോ? പലപ്പോഴും അമിതമായ നന്മ കാണിക്കുന്നത് മറ്റുള്ളവരെക്കാൾ താൻ വലിയവനാണെന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇതിനെ ഒരു തരം അധികാര മോഹമെന്ന് വിളിക്കാം. ശരിക്കുമുള്ള നന്മയ്ക്ക് മൈക്കും വിളംബരവും ആവശ്യമില്ല. ഒരാൾ തന്റെ നന്മയെക്കുറിച്ച് അമിതമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു അഹങ്കാരം ഒളിഞ്ഞിരിപ്പുണ്ടാകും. 4. നുണയും സ്വയം വഞ്ചനയും. മനുഷ്യർ നുണ പറയാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ നുണ അവർ പറയുന്നത് മറ്റുള്ളവരോടല്ല, അവരോട് തന്നെയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സന്തോഷവാനാണ് എന്ന് അവർ ലോകത്തോട് പറയുമ്പോൾ സത്യത്തിൽ അവർ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരാളുടെ സംസാരത്തിൽ പൊരുത്തക്കേടുകൾ കാണുമ്പോൾ അവരെ നുണയൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. പകരം അവർ എന്തോ വലിയ സത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് മനസ്സിലാക്കുക. അവർ സ്വയം രക്ഷിക്കാൻ വേണ്ടി കെട്ടിയുയർത്തുന്ന മതിലുകളാണത്. 5. അഹങ്കാരം ഒരു കവചമാണ്. വലിയ അധികാരവും പണവും പദവിയും കാട്ടി മറ്റുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് നമ്മളെ പേടിപ്പിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ സത്യമെന്താണെന്നറിയാമോ? ആ അഹങ്കാരത്തിന് പിന്നിൽ പേടിച്ചു വിറച്ചിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമോ എന്ന പേടിയാണ് പലരെയും അഹങ്കാരികളാക്കുന്നത്. യഥാർത്ഥ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അഹങ്കാരം കാണിക്കുന്നവരെ കണ്ടു പേടിക്കണ്ട. അവരോട് സഹതാപം കാണിക്കുക, കാരണം അവർ ഉള്ളുകൊണ്ട് അത്രമേൽ ദുർബലരാണ്. 6. കുട്ടിക്കാലത്തെ ഓർമ്മകൾ. നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നോ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നിന്നോ ഒന്നുമല്ല. അത് നമ്മുടെ കുട്ടിക്കാലത്ത് നിന്നാണ്. ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് അയാൾക്ക് വേണ്ട പരിഗണന കിട്ടിക്കാണില്ല. മറ്റൊരാൾ എപ്പോഴും എല്ലാവരെയും പ്രീണിപ്പിക്കാൻ നടക്കുകയാണെങ്കിൽ അയാൾക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടാകാം. മുതിർന്നവരായാലും നമ്മളിപ്പോഴും ആ പഴയ കുട്ടിക്കാലത്തെ ശീലങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഇന്ന് ആരാണെന്ന് മാത്രം നോക്കരുത്, അവരുടെ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുക. 7. നിശബ്ദതയുടെ ഭാഷ. വാക്കുകൾ മുറിഞ്ഞുപോകുന്ന ഇടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ വിഷയം മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? സംസാരത്തേക്കാൾ കൂടുതൽ സത്യം ഒളിഞ്ഞിരിക്കുന്നത് നിശബ്ദതയിലാണ്. ഒരാൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കാൻ മടിക്കുന്നത്, അവിടെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അല്ലെങ്കിൽ രഹസ്യമിരിക്കുന്നത്. ആ നിശബ്ദത വായിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആരുടെയും മനസ്സ് മനസ്സിലാക്കാം. 8. നിയന്ത്രണവും പേടിയും. എല്ലാ കാര്യങ്ങളും
തന്റെ നിയന്ത്രണത്തിൽ ഇരിക്കണമെന്ന് നിർബന്ധമുള്ള ചിലരുണ്ട്. വീടായാലും ഓഫീസായാലും അവർ പറയുന്നതുപോലെ തന്നെ നടക്കണം. ഈ കൺട്രോളിംഗ് സ്വഭാവം വരുന്നത് ഉള്ളിലെ അരാജകത്വത്തിൽ നിന്നാണ്. സ്വന്തം ജീവിതം കൈവിട്ടു പോകുമോ എന്ന് പേടിയുള്ളവർ അത് മറയ്ക്കാൻ പുറത്തുള്ള കാര്യങ്ങളെ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കും. ചെറിയ കാര്യങ്ങൾ പോലും അവരെ വല്ലാതെ ഭയപ്പെടുത്തും. അവരുടെ ഈ നിയന്ത്രണശീലം ശക്തിയല്ല, മറിച്ച് അവരുടെ അരക്ഷിതാവസ്ഥയുടെ അടയാളമാണ്. 9. ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഫോട്ടോകളിടുന്നവർ, താൻ ചെയ്യുന്ന ഓരോ കാര്യവും ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നവർ, ഇവരെയൊക്കെ നമ്മൾ വെറും ഷോ കാണിക്കുന്നവർ എന്ന് വിളിക്കും. പക്ഷെ ഇതിനു പിന്നിൽ ഒരു വലിയ സങ്കടമുണ്ട്. ലോകം തന്നെ മറന്നുപോകുമോ എന്ന പേടിയാണ് ഇത്തരക്കാരെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. താനുണ്ടെന്ന് ആരോടെങ്കിലും ഉറക്കെ വിളിച്ചു പറയേണ്ട അവസ്ഥ. ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം സത്യത്തിൽ സ്നേഹത്തിനു വേണ്ടിയുള്ള ഒരു കരച്ചിലാണ്. 10. അസൂയയും ആക്രമണവും. നമ്മൾ എന്തിനാണ് ഒരാളെ അനാവശ്യമായി ആക്രമിക്കുന്നത്? പലപ്പോഴും അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് അവർക്കുള്ളത് നമുക്കില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ്. മറ്റൊരാളുടെ വിജയത്തെ പരിഹസിക്കുന്നവർ സത്യത്തിൽ സ്വന്തം പരാജയത്തെയാണ് ഓർക്കുന്നത്. അസൂയ എന്നത് ഒരു മോശം വികാരമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പുറത്തുവരുന്ന രീതിയാണ്. എനിക്കും അത് വേണമായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്ന വേദനയാണത്. ഇത് തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ നമ്മളെ വേദനിപ്പിക്കില്ല. കൂട്ടുകാരെ, ആളുകളെ വായിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വിചാരണ ചെയ്യുക എന്നല്ല അർത്ഥം, മറിച്ച് അവരെ കൂടുതൽ നന്നായി സ്നേഹിക്കുക എന്നാണ്. ഒരാളുടെ ദേഷ്യത്തിന് പിന്നിലെ പേടിയും അഹങ്കാരത്തിന് പിന്നിലെ മുറിവും തിരിച്ചറിയുമ്പോൾ നമുക്കവരോട് ദേഷ്യം തോന്നില്ല. ഈ ലോകത്ത് എല്ലാവരും ഓരോരോ മുഖംമൂടികൾ ധരിച്ച് അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ നമ്മളെത്തന്നെയാണ് കണ്ടെത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.